ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. അമ്മയ്ക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും വരുമല്ലേ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഭഗവാനെ കാണാൻ വന്നിട്ടുള്ള എന്തെങ്കിലും അനുഭവവും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഗുരുവായൂർ ക്ഷേത്രത്തിൽ എപ്പോഴും എനിക്ക് ഭഗവാന്റെ മുമ്പിൽ അനുഭവങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എപ്പോഴും നമ്മൾ ഭഗവാനെ കാണാൻ ഓടി വരുമ്പോൾ ഭഗവാൻ ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാതിൽ നമ്മുടെ മുമ്പിൽ തുറന്നു നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ. 10 വർഷമായി ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നിട്ട് സാക്ഷാൽ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ എന്നും എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉള്ള ആളാണ് അദ്ദേഹം. ഭൂലോക വൈകുണ്ഠനാഥൻ. മയിൽപ്പീലി ക്ഷേത്രത്തിൽ നിന്നും കിട്ടിയതാണോ? മയിൽപ്പീലി ഞാൻ എന്നും ഭഗവാൻ ഗുരുവായൂരപ്പനെ എന്നും ഞാൻ മയിൽപ്പീലി ഓടക്കുഴലും സമർപ്പിക്കും. അത് എങ്ങനെയാണെന്ന് കരുതാൻ ഞാനിവിടെ വന്ന സമയത്ത് ഫ്രണ്ടിലൊരു കടയുണ്ട്, നമ്മുടെ ഭഗവതിക്കെട്ടിൻ്റെ അവിടെയുണ്ട്. അപ്പോൾ ആ കടയിൽ ഞാനിങ്ങനെ എന്നും താമര ഭഗവാന് വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പം 2-3 ദിവസം അതിൽ നിന്നും മയിൽപ്പീലി ഇളകി എൻ്റെ ദേഹത്തോട്ട് വന്നു വീണു. അത് 2-3 ദിവസം അങ്ങനെ ഉണ്ടായി. ഈ മയിൽപ്പീലി എൻ്റെ കയ്യിൽ കൂടെ ഇങ്ങനെ വരുന്നതുപോലെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു മയിൽപ്പീലി കണ്ണന് വേണമായിരിക്കും, അതുകൊണ്ടായിരിക്കും മയിൽപ്പീലി ഇങ്ങനെ എൻ്റെ കൂടെ വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ പിന്നെ ഞാൻ എന്നും ഭഗവാന് ഓടക്കുഴലും മയിൽപ്പീലിയും സമർപ്പിക്കുന്നു. മയിൽപ്പീലി എന്ന് പറഞ്ഞാൽ ഭഗവാനെ പ്രസവിച്ചപ്പോൾ ദേവകി ദേവി സ്നേഹം പകർന്നു കൊടുത്തത് മയിൽപ്പീലി കൂടെയാണെന്നാണ് പറയുന്നത്. അതുപോലെ മയിൽപ്പീലി, മയിൽ എന്ന് പറഞ്ഞാൽ സത്വഗുണപ്രധാനം. അപ്പോൾ മയിൽ എപ്പോഴും ഇങ്ങനെ നൃത്തം ചെയ്ത് സന്തോഷത്തോടെ ഇരിക്കും. അപ്പോൾ ഈ മയിൽപ്പീലി ഭഗവാന്റെ തലയിൽ വയ്ക്കുമ്പോൾ ഭഗവാൻ സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യുമെന്നാണ് സങ്കല്പം. അതുപോലെ ഓടക്കുഴൽ എന്ന് പറഞ്ഞാൽ അത് ഭഗവാന്റെ ബോഡിയാണ്. അപ്പം ഓടക്കുഴലിൽ കൂടിയാണ് ഭഗവാൻ പ്രപഞ്ചം മുഴുവൻ പോസിറ്റീവായി മാറ്റുന്നത്. അപ്പം ഓടക്കുഴൽ എന്ന് പറഞ്ഞാൽ അതിൽ നവദ്വാരങ്ങളുണ്ട്. അത് ഭഗവാന്റെ ബോഡിയാണ്, നമ്മുടെയും ബോഡിയാണ്. അപ്പം ഓടക്കുഴൽ ഭഗവാന് നടയിൽ വെച്ചാൽ എപ്പോഴും നമ്മൾ ആയുരാരോഗ്യമായിട്ടിരിക്കുമെന്നാണ് സങ്കല്പം. അമ്മ പറഞ്ഞല്ലോ വൃന്ദാവനത്തിൽ പോയിട്ടുണ്ടെന്ന്. വൃന്ദാവനത്തിൽ ഞാൻ നേരത്തെയും പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കഴിഞ്ഞ ജനുവരിയിൽ വൃന്ദാവനത്തിൽ പോയി. അയോധ്യ ഇങ്ങനെ 10-18 ദിവസം യാത്ര. അങ്ങനെ വൃന്ദാവനത്തിൽ ചെന്നപ്പോൾ നിങ്ങളൊക്കെ വിശ്വസിക്കുമോ എനിക്കറിയില്ല, ഞാൻ ഭഗവാൻ രാധയും കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ഏതുറക്കത്തിലും എപ്പോഴും ഞാൻ സ്വപ്നത്തിലും ഇങ്ങനെ രാധാകൃഷ്ണനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ വൃന്ദാവനിൽ ചെന്നപ്പോൾ ഞാൻ രാധയുടെ ബർസാനയിൽ ഇങ്ങനെ ഓടി, രാധയുടെ ബർസാനയിലോട്ട് ഇങ്ങനെ കയറി ചെന്നതും ദീപാരാധന സമയമായിരുന്നു. അപ്പം ദീപാരാധന സമയത്ത് ഞാൻ പിന്നെ എത്ര തിരക്കാണേലും എല്ലാം മറന്ന് ഓടി ഭഗവാന്റെ അടുത്തേക്ക് ഓടിക്കയറും. അങ്ങനെ ഓടിച്ചെന്ന് കുറേ ഭഗവാൻ കുറേ പട്ട് വളകൾ എല്ലാം വാങ്ങിച്ച് രാധാറാണിക്ക് വാങ്ങിച്ച് ഇങ്ങനെയാണ് അങ്ങോട്ട് ഓടിച്ചെന്നത്. അപ്പോൾ അവിടെ അസാധ്യ തിരക്കായിരുന്നു. അപ്പം തിരക്കിൻ്റെ ഇടയിൽ ഇത് ഞാൻ ആ മേൽശാന്തിയുടെ ഇടയിൽ ഇങ്ങനെ തിരക്കി ഇതുകൊണ്ട് ആ മേൽശാന്തിയുടെ കയ്യിൽ കൊണ്ടുപോകും. അപ്പോഴേക്കും ഭയങ്കര തെള്ള്, അസാധ്യമായിട്ടൊരു തെള്ളിഞ്ഞ് വന്നപ്പോൾ എൻ്റെ സൈഡിലായിട്ട് ഒരു കുട്ടി, ഒരു യൗവനയുക്തയായ ഒരു കണ്ടാൽ രാധാറാണിയെ പോലെ ഇരിക്കുന്ന ഒരു കുട്ടി. നിങ്ങൾക്ക് വിശ്വാസം വരുമോന്നല്ല, എൻ്റെ കണ്ണിൽ കണ്ട അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എൻ്റെ അടുത്ത് തന്നെ ചേർന്ന് നിൽക്കണം. അപ്പോൾ ഇത്രയും തെള്ളും തിരക്കും വന്നതിന് ശേഷവും ആ കുട്ടി ഒന്ന് വ്യക്തി ചലിക്കുന്നില്ല. ഇങ്ങനെ ഞാനാണെങ്കിൽ ഇങ്ങനെ ആടി തള്ളുന്നുണ്ട് തള്ളിനനുസരിച്ച്. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ നേരെ നിന്ന് തൊഴുതോണ്ട് നിൽക്കുകയാണ് ഭഗവാനെ 2 കൈയും കൂട്ടി. അതിനെ കണ്ട ആ രാധാറാണി തന്നെ, അത് നമുക്കറിയാമല്ലോ, വിവാഹമൊന്നും കഴിക്കാത്ത യൗവനയുക്തയായ അതേ രാധാറാണിയുടെ അതേ, എൻ്റെ വീട്ടിലൊരു ഫോട്ടോ ഇരിപ്പുണ്ട് രാധാകൃഷ്ണൻ്റെ അതേ ഷേപ്പിലായിരുന്നു. പക്ഷെങ്കിൽ അങ്ങനെ അന്നേരം എനിക്കൊന്നും തോന്നിയില്ല. അപ്പോൾ ഞാൻ മോളേന്നും പറഞ്ഞിങ്ങനെ ചേർന്ന് നിന്നു. ഈ കുട്ടി മാറിയാലേ എനിക്ക് അങ്ങോട്ട് മാറാനും പറ്റുള്ളൂ. ആ തെള്ളിൻ്റെ ഇടയിൽ തന്നെ ഇങ്ങനെ നിന്ന് കുറേ നേരം ഈ കുട്ടി 2 കൈയും കൂപ്പി ഭഗവാനെ തന്നെ നേരെ ഇങ്ങനെ നോക്കി തൊഴുതുകൊണ്ട്. അപ്പം ഞാൻ ഗുരുവായൂരിൽ നിന്ന് വരുമ്പോൾ ഒരു ഓടക്കുഴലും ഒരു മയിൽപ്പീലിയും കൂടെ വൃന്ദാവനത്തിൽ ബർസാനയിൽ സമർപ്പിക്കാനായിട്ട് കൊണ്ടുപോയി. അപ്പം ഞാൻ ഈ എരുമേനയുടെ ആ ഓടക്കുഴലും മയിൽപ്പീലിയും സമർപ്പിക്കാനായിട്ട് കൊടുത്തു. ഓടക്കുഴലും മയിൽപ്പീലി, അപ്പോൾ ആ തിരുമേനി ഈ കുട്ടി കൈ നീട്ടിയതും ആ ഓടക്കുഴലും മയിൽപ്പീലി ഈ കുട്ടിയുടെ കയ്യിലേക്ക് എടുത്ത് കൊടുത്തു. അപ്പോൾ ഈ കുട്ടിയെ ഓടക്കുഴലും മയിൽപ്പീലിയും കിട്ടിയതും ഭഗവാനെ തന്നെ ഇങ്ങനെ തൊഴുതുകൊണ്ട് നിന്നിട്ട് പെട്ടെന്ന് ബാക്കിലോട്ട് തിരിഞ്ഞ്, ആരെയും നോക്കിയില്ല, പെട്ടെന്ന് ബാക്കിലോട്ട് തിരിഞ്ഞ്. അപ്പോൾ ഞാൻ മോളെ മോളെ എന്ന് പറഞ്ഞു, ഹിന്ദിയിലാണ് ഞാൻ പറഞ്ഞത്. ഓടക്കുഴലും മയിൽപ്പീലിയും കൈ പിടിച്ച് ഭഗവാനെ ഇങ്ങനെ തൊഴുതുകൊണ്ട് നിന്നിട്ട് പെട്ടെന്ന് ബാക്കിലോട്ട് തിരിഞ്ഞതും കണ്ട് പിന്നെ ഞാൻ ആ കുട്ടിയെ കണ്ടില്ല. അപ്പോഴെനിക്കൊന്നും തോന്നിയില്ല, അവിടെയുള്ള ഏതെങ്കിലും ഒരു കുട്ടിയായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്.
പക്ഷെങ്കിൽ കാണാതെ വന്നപ്പോൾ എനിക്ക് തോന്നി അയ്യോ അത് രാധയായിരുന്നു, ഭഗവാന്റെ രാധാറാണി ആയിരുന്നു എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. അപ്പോഴെനിക്ക് പെട്ടെന്ന് വീട്ടിലിരിക്കുന്ന ആ പടത്തിൻ്റെ ഓർമ്മയും വന്നു. പക്ഷേ എനിക്കിന്നും വൃന്ദാവൻ എന്ന് പറഞ്ഞാൽ രാധാറാണിയുടെ ബർസാനെ എന്ന് പറഞ്ഞാൽ എപ്പോഴും എനിക്ക് ആ രാധാറാണിയാണ് എൻ്റെ ഹൃദയത്തിൽ ഓർമ്മയിൽ എപ്പോഴും തെളിഞ്ഞു വരുന്നത്. അങ്ങനെ എനിക്കുണ്ടായ ഒരു ഏറ്റവും വലിയൊരു അനുഭവമായിരുന്നു വൃന്ദാവനത്തിൽ പോയപ്പോഴേ. എന്തായാലും അമ്മയുടെ ആ ഒരു മറക്കാനാവാത്ത അനുഭവം തുറന്നു പറഞ്ഞതിന് ഒരുപാട് നന്ദി. ഇനിയും ഇതേപോലത്തെ ഒരുപാട് അനുഭവം കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ. ജയ് ശ്രീകൃഷ്ണ. പ്രിയ രാധേ രാധേശ.